ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം ചില ആപ്ലിക്കേഷനെല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിലെല്ലാം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡെല്ലാം നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം ആഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഫ്രീ ട്രയൽ എല്ലാം ലഭിക്കണമെങ്കിൽ, ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻവ എന്നൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഇതിൻ്റെ ഫ്രീ ട്രയൽ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം കുറേ പേർക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ 14 ദിവസത്തേക്ക് 7 ദിവസത്തേക്കെല്ലാം ഫ്രീ ട്രയൽ എല്ലാം നൽകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ക്യാൻവ പ്രോ എന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഗെറ്റ് 14 ഡേയ്സ് ഫ്രീ ട്രയൽ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 14 ദിവസം ഈ പ്രോ ഫീച്ചർ എല്ലാം നമുക്ക് ക്യാൻവയിൽ ഇത് ഫ്രീ ആയി ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ഇൻഫർമേഷൻ, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ എല്ലാം ഇവിടെ ആഡ് ചെയ്ത് ഇത് 14 ദിവസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ്. ഇപ്രകാരം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ, അതായത് 13 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് പേയ്മെൻ്റ് ഒന്നും വരില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പർപ്പസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്, ഇത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലെല്ലാം നമ്മൾ പലപ്പോഴും ഒരു മാസം ഇത് എങ്ങനെയുണ്ട് എന്നറിയാനെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം കൊടുത്തായിരിക്കും ഇത്തരത്തിൽ നമ്മൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഇമെയിൽ ഐഡിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ എല്ലാം കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ ജിമെയിൽ ഐഡി എല്ലാം മാറ്റിയെല്ലാം ട്രൈ ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു ജിമെയിൽ ഐഡിയിൽ നിങ്ങൾ ഇപ്രകാരം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിങ് ഇൻഫർമേഷൻ ഇത് ഇവിടെ ഫീഡ് ആകുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും നിങ്ങളുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം ഇത് റിമൂവ് ചെയ്യുകയാണ് ഏറ്റവും സേഫ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഡിയ ആണ്, നിങ്ങൾ അത് മാനേജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായി സെക്യൂരിറ്റി എല്ലാം കൊടുത്ത് നിങ്ങളുടെ ഫോണെല്ലാം യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടെങ്കിലെല്ലാം നിങ്ങൾ ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്കിങ് ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ ആൻഡ്രോയിഡിൽ ഇതിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായും റിമൂവ് ചെയ്യുക. കാരണം നിങ്ങളുടെ അക്കൗണ്ട് മറ്റാർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം അവർക്ക് കൂടി കാണാനും അതെല്ലാം മിസ്യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ എത്തരത്തിലാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡ് ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്ലേ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നമ്മുടെ ഈ പ്ലേ സ്റ്റോർ എന്നതിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിലായി നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കിട്ടുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡി മുകളിലായി കാണിക്കും. അതിനു താഴെയായി ഇപ്പോൾ ഇവിടെ മൂന്നാമതായി ഇവിടെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് ഏറ്റവും മുകളിലായി പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാമാണ് ഇവിടെ കാണുന്നത്. ഒരു വിസ, അതുപോലെ ഒരു മാസ്റ്റർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ ആഡ് ആയിരിക്കുന്ന ഈ കാർഡ് ഡീറ്റെയിൽസ് ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഇവിടെ നിന്നും റിമൂവ് ചെയ്യണം. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഇവിടെ നമ്മൾ മോർ പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് താഴെ വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് വന്ന് വിസ എന്ന് വന്നിട്ടുണ്ട്. അതിന് താഴെയായി റിമൂവ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ റിമൂവ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പേജ് വരുന്നുണ്ട്. റിമൂവ് പേയ്മെൻറ്റ് മെത്തേഡ് ഒരിക്കൽ കൂടി നമ്മളോട് ഇത് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് റിമൂവ് എന്ന് വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 കാർഡിൽ നിന്നും ഒരു കാർഡ് ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് കൂടി ഇതുപോലെ നമുക്ക് ആവശ്യമില്ല എങ്കിൽ റിമൂവ് ചെയ്യാം. ഇതിനായി നമ്മൾ ഇതുപോലെ ഇപ്പോൾ മാസ്റ്റർ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ മാസ്റ്റർ കാർഡ് റിമൂവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മളോട് ഇവിടെ ഒറ്റ കാർഡ് മാത്രമായി ഇവിടെ അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാർഡ് നമ്പർ എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നത്.
അതിനാൽ തന്നെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഈ കാർഡ് നമ്പർ ഏതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ മാസ്റ്റർ കാർഡ്, അതുപോലെ നമ്മുടെ അവസാനത്തെ 4 ഡിജിറ്റ് ഇവിടെ കാണാൻ സാധിക്കും മുകളിലായി. ഇപ്പോൾ ഞാൻ ഇത് ബ്ലർ ചെയ്തിട്ടുണ്ട്, സേഫ്റ്റിയുടെ ഭാഗമായി ഇത് ബ്ലർ ചെയ്തിരിക്കുകയാണ്. അതിനാൽ തന്നെ അതേ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് റിമൂവ് എന്നതിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഇൻഫർമേഷൻ എല്ലാം ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ സേവ് ആൻഡ് റിമൂവ് എന്നതിൽ ടാപ്പ് ചെയ്തു. ഇപ്രകാരമാണ് നമ്മുടെ ഗൂഗിളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഉപയോഗിക്കാത്ത ഐഡിയിലെല്ലാം നിങ്ങളുടെ ബാങ്ക് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്ത് കളയുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്